സർ, ഇവിടെ മംഗലാപുരത്തെക്കുറിച്ചും ഈ ഗവൺമെന്റിന്റെ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. നല്ല കാര്യമാണ് സർ. സംഘപരിവാറിനെതിരെ അതിശക്തമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നല്ല നടപടികൾക്കും പിന്തുണ നൽകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയ ആയുധമാക്കി നിങ്ങൾ പരിവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്നത്. സർ, ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ ഭക്തന്മാർ വിശേഷിപ്പിച്ച ഇരട്ടച്ചങ്കൻ എന്നാണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒരുപക്ഷെ മറ്റുള്ള ആളുകളുടെ ഇരട്ടി ചങ്കൂറ്റത്തോടുകൂടി RSSനെതിരെ നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അത്തരത്തിലുള്ള വിശേഷണം അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. പക്ഷേ ഈ ഒരു വർഷത്തെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ എന്ത് തരത്തിലുള്ള നടപടികളാണ് സംഘപരിവാറിനെതിരെ, അവരുടെ വിഷലിപ്ത രാഷ്ട്രീയത്തെ തകർക്കുന്നതിന് വേണ്ടി നിയമപരമായി അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയന് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചത്? ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ അജണ്ടയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള വകുപ്പായ പോലീസ് പൂർണ്ണമായി കീഴ്പ്പെടുന്നു എന്നുള്ള നിരവധി ആരോപണങ്ങൾ ഇവിടെ വരികയാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നില്ല. ശശികലയ്ക്കെതിരെ കേസെടുക്കാൻ സാഹചര്യമുണ്ടായി, അതിന് തുടർ നടപടിയില്ല. ഡോക്ടർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു, അതിന് തുടർ നടപടിയില്ല. സർ, സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് സ്വരാജ് പറഞ്ഞു, ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. കൈരളി ചാനലിൽ നിന്ന് ആ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഞാനും ആ പ്രതികരണമാണ് കൈരളി ചാനലിലൂടെ പറഞ്ഞത്. സുരേന്ദ്രനെതിരെ കേസെടുക്കണം. സർ, കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പൊതുയോഗ വേദിയിലേക്ക് RSSകാർ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രതിയെ പിടിച്ചിട്ടില്ല. സർ, ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ വാചകടിയിൽ മാത്രമേ RSS വിരുദ്ധതയുള്ളൂ. ഇവർ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നത് RSS ശക്തിപ്പെടണമെന്ന് CPMഉം CPM ശക്തിപ്പെടണമെന്ന് RSSഉം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടുകച്ചവടമാണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർക്കേണ്ടതായിട്ട് വരുന്നത്. സർ, ഇവിടെ മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പോകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. അദ്ദേഹം പോയതിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹത്തിന് ഭോപ്പാലിൽ നിന്ന് അനുഭവം ഉണ്ടായി. ഞങ്ങളടക്കം അക്കാര്യത്തിൽ പ്രതിഷേധമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അപമാനിതനാവുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകളുടെ അപമാനമായും അത് മാറുകയാണ്. അതുകൊണ്ട് കേരളം മുഴുവൻ അദ്ദേഹത്തിനോട് ഒറ്റക്കെട്ടായിട്ട് നിന്നു. അദ്ദേഹവും ആ ഘട്ടത്തിൽ പ്രതികരിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ ഒരു മാസം തികയുന്നതിന് മുമ്പ് ഇത് ഡൽഹിയിൽ ആവർത്തിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒരു പ്രതികരണമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ചു വരേണ്ട സാഹചര്യം വന്നപ്പോ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല, ആ പാർട്ടി പ്രതികരിക്കുന്നില്ല. ഈ മൗനമാണ് മംഗലാപുരത്തും സമാനമായിട്ടുള്ള ഒരു ഭീഷണി ഉയർത്താൻ സംഘപരിവാറിനെ ശാക്തീകരിച്ചത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ഹാസ്യകഥാപാത്രമായി മാറുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ സംരക്ഷിക്കണം എന്നുള്ള ശക്തമായ നിലപാട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ എടുക്കുമ്പോ അതിനെ കേരളീയ പൊതുസമൂഹം ആ നിലയിൽ അതിന്റെ ആർജവത്തെ അഭിനന്ദിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്ന സംഘികളുടെ ഇപ്പോഴത്തെ മുദ്രാവാക്യമുണ്ടല്ലോ, ഇതിന്റെ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. സർ, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് EMSന്റെ പഴയ മുദ്രാവാക്യമാണ്. കോൺഗ്രസിനെ തകർക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്നുള്ള EMSന്റെ പഴയ മുദ്രാവാക്യത്തിന്റെ തുടർച്ചയാണ് അമിത്ഷാ ഇപ്പൊ പറയുന്ന ഈ കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കേൾക്കുമ്പോ ഉള്ളുകൊണ്ട് ആഹ്ലാദിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അതിർത്തിക്കപ്പുറത്ത്, കേരളത്തിനപ്പുറത്ത് ഈ പറയുന്ന ആളുകൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കർണാടകയിലെ പോലെ ഒരു മതേതര മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ഉണ്ടാകണം. നാളെ ലക്നൌവിൽ ഒരു പരിപാടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണം കൊടുക്കാൻ അവിടെ ഒരു BJP മുഖ്യമന്ത്രി അല്ല ഉണ്ടാവേണ്ടത്, അവിടെ ഒരു മതേതര മുഖ്യമന്ത്രി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞങ്ങൾ അഖിലേഷ് യാദവിനെ അടക്കം പിന്തുണയ്ക്കുന്നത്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ദുരഭിമാനമില്ല. ഞങ്ങൾ മോശക്കാരാണ് അവിടെ, ഞങ്ങൾ ഇപ്പോ ക്ഷീണത്തിലാണ്. പക്ഷേ ഞങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലടക്കം സംഘപരിവാറിന് അധികാരത്തിലേക്ക് എളുപ്പവഴി വെട്ടുന്ന തരത്തിൽ മതേതര വോട്ടുകൾ വേണ്ടി ഇവിടെ CPM അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാട് ഇന്ത്യയെ ഏത് അവസ്ഥയിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റും അതിന്റെ നായകനും മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലെ തിരുത്തലുകൾ വരുത്തണം. കോൺഗ്രസിലൂടെ മാത്രമേ ഇന്ത്യയുടെ മതേതരത്വം മുന്നോട്ട് പോകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം പ്രവൃത്തികളിലും സ്വന്തം പാർട്ടിയുടെ നയസമീപനങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്.